ജാപ്പനീസ് നാടോടി കഥകളിലെ അന്തകനായ മത്സ്യം ഭൂകമ്പങ്ങളുടെ വരവ് മുന്നേ അറിയിക്കുമെന്ന് ഗൂഢാലോചന സിദ്ധാന്തക്കാർ വിശേഷിപ്പിക്കുന്ന ഡൂംസ്ഡേ ഫിഷ് എന്ന് വിളിക്കുന്ന ഓർഫിഷ്. ഈ മത്സ്യത്തെ കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലെ മെൽവിൽ ദ്വീപിന്റെ തീരത്ത് കണ്ടത് കൗതുകമായി. ഓസ്ട്രേലിയയിലെ TV ഐലൻഡ്സ് അഡ്വഞ്ചേഴ്സ് എന്ന പരിപാടിയുടെ അവതാരകനായ കേർട്ടിസ് പീറ്റേഴ്സ് ഈ മീനെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കിട്ടത് വലിയ ചർച്ചയായിരുന്നു. ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപ് വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സന്ദേശവാഹകരായി ഈ മത്സ്യം എത്തുമെന്നാണ് ജപ്പാൻ നാടോടി കഥകളിൽ. 2011 ഫുകുഷിമ ഭൂകമ്പത്തിന് മുൻപ് ഈ ഓർ മത്സ്യം ജപ്പാൻ തീരത്ത് അടിഞ്ഞിരുന്നുവെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ ഓസ്ട്രേലിയൻ തീരത്ത് ഈ മത്സ്യത്തെ കണ്ടെത്തി 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുള്ള ചർച്ചകളും ഇനി എന്താണ് ഇതിനെ തുടർന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന ഊഹാപോഹങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത്. ആയിരക്കണക്കിന് അടി താഴ്ചയിലാണ് ഈ പ്രത്യേക ഓർ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥ. അതിനാൽ തന്നെ ഈ മീനുകൾ ജല ഉപരിതലത്തിൽ വരുന്നത് അപൂർവ സംഭവമാണ്. എന്നാൽ ഭൂകമ്പവും ഈ മത്സ്യത്തെ തീരത്ത് കാണുന്നതും തമ്മിൽ ബന്ധമില്ലെന്നാണ് സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക പറയുന്നത്. അതേസമയം ആഗോളതാപനമാണ് ഈ മത്സ്യത്തെ ജലപരപ്പിൽ എത്തിക്കുന്നത് എന്ന് പരിസ്ഥിതിവാദികളും പറയുന്നു.